Okay, welcome to another video class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് റെഗുലേഷൻ. ഫോർത്ത് സെമസ്റ്ററിൽ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, ആ ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കമ്പനി ആക്ട് എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് റെഗുലേഷൻ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു കമ്പനി ഫോം ചെയ്യുക, ആ കമ്പനിയുടെ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടു നടക്കണം, അതേപോലെ ആ കമ്പനി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, രജിസ്ട്രേഷന്റെ പ്രോസസ്സ് എങ്ങനെയാണ്, ആ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതേപോലെ ഒരു ഡയറക്ടർ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ എങ്ങനെയൊക്കെയാണ് ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ പറ്റുക, ഷെയർ ക്യാപിറ്റൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് റൈസ് ചെയ്യാൻ പറ്റുക, അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ, അതേപോലെ കമ്പനി അടച്ചു പൂട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറയുന്ന ഈ ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇതിൽ ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം 1956 കമ്പനീസ് ആക്ട് ആണ് വന്നത്. Indian Companies Act 1956 was an act of the Parliament of India enacted in 1956, which enabled companies to be performed by the registration, set the responsibility out of that. 658 സെക്ഷൻ ആയിരുന്നു 1956 ആക്ടിൽ 7 ഷെഡ്യൂൾ ആയിട്ട് ഉണ്ടായിരുന്നത്. അഥവാ ഇതിനു മുമ്പ് നമ്മുടെ ഇൻഡിപെൻഡൻസിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ലോസ് ഉണ്ടായിരുന്നു. അതിനുശേഷം വന്നതാണ് ഏത് കമ്പനീസ് ആക്ട് 1956. ആ കമ്പനീസ് ആക്ട് 1956ന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് and access separation of the ownership from the management in a company, and safeguard of interest of the creditors, and help the development of the companies in India and has the lines because the corporate sector constitutes a very important segment of the economy. മെയിൻ ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന്റെ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും, അതേപോലെ ക്രെഡിറ്റേഴ്സിന്റെ, നമുക്ക് കമ്പനിക്ക് പൈസ തരുന്ന ക്രെഡിറ്റേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ അവരെ സേഫ് ആക്കുക എന്നുള്ളതും, പിന്നെ അതേപോലെ ഇന്ത്യയിൽ കമ്പനീസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, കമ്പനി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, അതേപോലെ ഇക്കോണമിയിലേക്ക്, സാമ്പത്തികപരമായിട്ട് ഇന്ത്യൻ ഇക്കോണമിയിലേക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അതിനൊരു ഫ്രെയിം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു 1956ന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ കണ്ടിന്യൂ ചെയ്യുന്നു to help the attainment of the ultimate ends and social and economic policy of the government. നമ്മൾ പറഞ്ഞു ഗവൺമെന്റിനെ സഹായിക്കുക, അവിടെ ഫിസിക്കൽ പോളിസീസ്, മോണിറ്ററി പോളിസീസിലൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇക്കണോമിക് പോളിസി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. Then equip the government and adequate powers to intervene in the affairs company in public interest as per the procedure prescribed by the law, and interest to the stakeholders may be protected, unscrupulous management. And ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ കമ്പനീസ് ആക്ട് 1956 പറഞ്ഞത്. ദെൻ 2013 ആയപ്പോ കമ്പനീസിന്റെ ആക്ടിൽ എന്ത് ചെയ്തു, മാറ്റം വന്നു. ആ കമ്പനീസ് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ കമ്പനി ഫോം ചെയ്യുന്നത് ഏതിലാണ്, കമ്പനീസ് പുതിയൊരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ്. അഥവാ 2012 ഈ ലോക്സഭയിൽ ഈ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. രാജ്യസഭ പാസ്സാക്കുന്നത് 8 ഓഗസ്റ്റ് 2013 അതുകൊണ്ടാണ് 2013 എന്ന് പറയുന്നത്. കമ്പനീസ് ബിൽ 2013 receiving an assent of the honorable president of India on August 29, 2013 was notified the Gazette of India on August 13, 2013. അഥവാ ഈ കമ്പനീസ് ആക്ട് നിലവിൽ വരുന്നത് ഓഗസ്റ്റ് 30 പക്ഷെ ഈ കമ്പനീസ് ആക്ട് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്തത് 1 ഏപ്രിൽ 2014 മുതലാണ്. 2014 ഏപ്രിൽ മാസം 1 മുതൽ നമുക്ക് എന്ത് ചെയ്തു, ഈ കമ്പനീസ് ആക്ട് നിലവിൽ വരികയും ചെയ്തു. ഇതില് 7 ഷെഡ്യൂളിലായിട്ട് 470 സെക്ഷൻസ് ആണുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ 658 സെക്ഷൻസ് ആയിരുന്നു 1956 7 ഷെഡ്യൂളിലായിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്ത് ചെയ്തു, 658 നിന്ന് 470 സെക്ഷൻ ആക്കിയിട്ട് എന്ത് ചെയ്തു, ഈ കമ്പനീസ് ആക്ട് 2013. അഥവാ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തു,
ഒഴിവാക്കിയിട്ടാണ് ഏതുണ്ടായത് കമ്പനീസ് ആക്ട് 2013 വന്നത്. ദെൻ ഒബ്ജക്റ്റ് ഓഫ് ദ ആക്ട് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള ഒരു റിലേറ്റഡ് പോർഷൻസ് കൊണ്ടുവരിക, ലോ കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. And to enable the corporate sector to conduct its affairs responsibly and transparently, introducing new concepts such as one-person company and dormant company. അഥവാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 2013 വന്ന ഒരു കാര്യമാണ് വൺ പേഴ്സൺ കമ്പനി. ഒരാൾക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു നിയമമാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇതിലുള്ളത് 2013. അതേപോലെ മെർജർ, അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, ടേക്ക് ഓവേഴ്സ് ഒക്കെ നമുക്ക് രണ്ട് കമ്പനി തമ്മിൽ കൂട്ടിച്ചേരാൻ, അല്ലെങ്കിൽ രണ്ട് കമ്പനിയെ നമുക്ക് സെപ്പറേറ്റ് രണ്ടോ മൂന്നോ കമ്പനികൾ തമ്മിൽ ചേർന്നിട്ട് ഒരു കമ്പനി ആയിട്ട് ഫോം ചെയ്യാനൊക്കെ അതിനുള്ള വ്യക്തമായ ലോ ഏതിലുണ്ടായിരുന്നു 2013 ഉണ്ടായിരുന്നു. ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് so as to encourage socially, environmentally, ethically responsible behavior by the company. Our CSR, corporate social responsibility എന്ന് പറയുന്ന ആ ഒരു കേസ് കൊണ്ടുവന്നത് ഏതിലാണ് 2013 ആക്ടിലാണ്. ക്രിയേഷൻ ഓഫ് നാഷണൽ കമ്പനീസ് ലോ ട്രിബ്യൂണൽ. അപ്പൊ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ എന്ത് ചെയ്തത് വരികയും, അതേപോലെ നാഷണൽ കമ്പനി ലോ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഈ 2013 പ്രകാരം വന്നിട്ടുള്ളതാണ്. Then silent features of Act 2013. First one is called one person company. One person company and നേരത്തെ പറഞ്ഞു corporate social responsibility and national companies law tribunal. That means കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി, സൊസൈറ്റിയുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഫണ്ട് പ്രൊവൈഡ് ചെയ്യണം. അഥവാ നമ്മൾ ആ കമ്പനിയുടെ ചുറ്റുപാട്ടിലോ അല്ലെങ്കിൽ ആ സോഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള അവർക്ക് കമ്പനിക്ക് എന്ത് വേണം, സോഷ്യലി റെസ്പോൺസിബിൾ ആവണം എന്നുള്ളതാണ് CSR കൊണ്ടുള്ളത്. ദെൻ നാഷണൽ കമ്പനീസ് ലോ ട്രിബ്യൂണൽസ്, ദാറ്റ് മീൻസ് കമ്പനി ലോ ബോർഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്, ഈ ബോർഡ് വരികയും ചെയ്തത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനിക്ക് 200 ആക്കിയിട്ട് എന്ത് ചെയ്തു, കൂട്ടുകയും ചെയ്തു. അതേപോലെ ഡ്യൂട്ടി ഓഫ് ഡയറക്ടേഴ്സ്, എന്താണ് ഡയറക്ടേഴ്സ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് പഠിക്കാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോയത്. സോ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കമ്പനീസ് ആക്ട്, ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പനീസ് ആക്ടിൽ പറയാനുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ.